തെരഞ്ഞെടുപ്പിലെ നേട്ടത്തിനു ശേഷം ജനങ്ങളുടെ പൾസും അനുകൂലമാണെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി കസേര ലക്ഷ്യം വെച്ച് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം. മഹാവികാസ് അഘാഡിയിൽ ഉദ്ധവ് താക്കറെ വിഭാഗമാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ആദ്യം അവകാശം ഉന്നയിച്ചിരിക്കുന്നത്. 2019 മുതൽ 2022 വരെയുള്ള സർക്കാരിനെ നയിച്ചത് ഉദ്ധവ് താക്കറെ ആയതിനാൽ സ്വാഭാവികമായും അടുത്ത മുഖ്യമന്ത്രി സ്ഥാനവും വേണമെന്നാണ് ഇവരുടെ നിലപാട്. ഇത് സംബന്ധിച്ചൊരു ധാരണ നേരത്തെ തന്നെ ഉണ്ടാക്കണമെന്നാണ് ഉദ്ധവ് വിഭാഗം ആവശ്യപ്പെടുന്നത്. ഭാവിയിലെ MEA സർക്കാരിന്റെ മുഖ്യമന്ത്രിയായി താക്കറെയെ ശിവസേന ആഗ്രഹിക്കുന്നുവെന്നും തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വ്യക്തമായ ധാരണ ഉണ്ടാക്കണമെന്നും കോൺഗ്രസ് NCP നേതാക്കളെ അറിയിച്ചിട്ടുണ്ടെന്നും ഒരു ഉദ്ധവ് വിഭാഗം നേതാവ് പറഞ്ഞതായി എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. മകൻ ആദിത്യ താക്കറെ, മുതിർന്ന പാർട്ടി നേതാവ് സഞ്ജയ് റാവത്ത് എന്നിവർക്കൊപ്പം ഉദ്ധവ് താക്കറെ കഴിഞ്ഞയാഴ്ച ഡൽഹിയിൽ വെച്ച് കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയത് ഇതിന്റെ പശ്ചാത്തലത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ. NCP തലവൻ ശരത് പവാറുമായും അവർ ചർച്ച നടത്തിയിരുന്നു. MEAയുടെ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച് തങ്ങൾ ഒരുമിച്ചിരുന്ന് തീരുമാനിക്കുമെന്നാണ് അന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഉദ്ധവ് താക്കറെ വ്യക്തമാക്കിയിരുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിലാണ് ശ്രദ്ധിക്കുന്നതെന്നും ഉദ്ധവ് പറഞ്ഞിരുന്നു. അതേസമയം സീറ്റ് പങ്കിടൽ ചർച്ചകൾ MEAയിൽ പുരോഗമിക്കുന്നുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കില്ല സീറ്റ് വിഭജനം എന്നാണ് റിപ്പോർട്ടുകൾ. ഉദ്ധവ് വിഭാഗത്തെ അപേക്ഷിച്ച് നേട്ടം കൂടുതലുണ്ടാക്കിയത് കോൺഗ്രസ് ആണ്. 17-ൽ 13 സീറ്റുകൾ കോൺഗ്രസ് നേടിയപ്പോൾ 21 സീറ്റിൽ മത്സരിച്ച ഉദ്ധവ് വിഭാഗത്തിന് 9 സീറ്റുകളെ വിജയിക്കാനായുള്ളൂ. NCP ആകട്ടെ 10-ൽ 8 എണ്ണം സ്വന്തമാക്കുകയും ചെയ്തു. എന്നാൽ ചില സീറ്റുകൾ നേരിയ മാർജിനിൽ ഉദ്ധവ് വിഭാഗം തോൽക്കാൻ കാരണം അണികൾക്കിടയിലെ ആശയക്കുഴപ്പമാണെന്നാണ് ഇവരുടെ നേതാക്കൾ വാദിക്കുന്നത്. ചിഹ്നവും പേരും മാറിയത് തിരിച്ചടിയായെന്നും അതുകൊണ്ട് ലോക്സഭാ കണക്ക് നിയമസഭാ സീറ്റ് വിഭജനത്തിലേക്ക് കൊണ്ടുവരരുത് എന്നും ഇവർ പറയുന്നുണ്ട്. അതേസമയം പരമ്പരാഗതമായി തിരഞ്ഞെടുപ്പിന് മുമ്പേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസ് ഒരാളെ ഉയർത്തി കാണിക്കാറില്ലെന്നാണ് മഹാവികാസ് അഘാഡിയിലെ ചിലർ ഓർമ്മിപ്പിക്കുന്നത്. എന്നാൽ ജാർഖണ്ഡിലെ സ്ഥിതി മറിച്ചല്ലേ എന്ന് ചിലർ ചോദിക്കുന്നു. അവിടെ ഹേമന്ത് സോറനെ ഉയർത്തിക്കാട്ടിയല്ലേ കോൺഗ്രസ് RJD സഖ്യം തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും ചോദ്യങ്ങൾ ഉയർന്നു. ഉദ്ധവ് താക്കറെ, ശരത് പവാർ എന്നിവർക്ക് നേരെയുണ്ടായ സഹതാപ തരംഗമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തുണയായതെന്ന് വിശ്വസിക്കുന്നവർ സഖ്യത്തിൽ ഏറെയുണ്ട്. കോൺഗ്രസ് ആണ് ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോയതെങ്കിലും ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രി സ്ഥാനവും കൂടുതൽ സീറ്റുകളും അർഹിക്കുന്നുവെന്നാണ് ഇവർ പറയുന്നത്. അടുത്തു തന്നെ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. അതേസമയം ശിവസേനയുടെ ശക്തമായ അനുയായികൾ ഒപ്പമുള്ളപ്പോൾ താൻ ശത്രുക്കളെ ഭയക്കില്ലെന്നാണ് ഉദ്ധവ് താക്കറെ പറയുന്നത്. ബാൽ താക്കറെ 1960-ൽ ആരംഭിച്ച മാർമിക് എന്ന കാർട്ടൂൺ മാസികയുടെ 64-ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്റെ ജീവിതത്തിൽ ശിവസേന അധ്യക്ഷനാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. പാർട്ടിയെ നന്നായി നയിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഞാൻ എങ്ങനെ പാർട്ടിയെ നയിക്കുന്നുവെന്ന് എനിക്കറിയില്ല. ശക്തരായ ശിവസേന അനുയായികൾ എന്നോടൊപ്പമുള്ളപ്പോൾ ശത്രുക്കളെ കുറിച്ച് ഞാൻ വിഷമിക്കുന്നില്ല എന്നായിരുന്നു ഉദ്ധവ് താക്കറെയുടെ വാക്കുകൾ.